CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂർ മണ്ഡലത്തിലെ വോട്ടിനെ ചൊല്ലി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വാക്പോര്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ താൻ നേടിയ വോട്ടിനേക്കാൾ 3000 വോട്ട് ഇക്കുറി ശങ്കുട്ടി ദാസിന് കുറഞ്ഞുവെന്ന സന്ദീപിന്റെ പരിഹാസത്തിന് സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം വോട്ടർമാരിലുണ്ടാക്കിയ വിശ്വാസവഞ്ചനയുടെയും ട്രോമയുടെയും ആഘാതമാണ് വോട്ട് കുറയാൻ കാരണമെന്ന മറുപടിയുമായി ശങ്കുട്ടി ദാസും രംഗത്തെത്തി. മാറ്റു കുറഞ്ഞെങ്കിലും SSLC പരീക്ഷാ ഫലത്തിൽ സംസ്ഥാനത്ത് തലയെടുപ്പോടെ മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപരിപഠന യോഗ്യത നേടിയതും ഏറ്റവും കൂടുതൽ പേർ ഫുൾ A+ നേടിയതും ജില്ലയിൽ തന്നെ. 98.72% 79,083 കുട്ടികളാണ് ഇത്തവണ ഉപരിപഠന യോഗ്യത നേടിയത്. ടൂറിസ്റ്റ് ഹോം കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് പരിശോധനയിൽ 89 ഗ്രാം MDMA-യുമായി 3-അംഗ സംഘം കോട്ടയ്ക്കലിൽ പിടിയിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടപ്പടി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വഴിയിൽ നിന്നും വീണു കിട്ടിയ സ്വർണ്ണാഭരണം യഥാർത്ഥ ഉടമയെ ഏൽപ്പിച്ച് 5-അംഗ വിദ്യാർത്ഥി കൂട്ടം നാടിന് മാതൃകയായി. കച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് സംഭവം. ഷൊർണൂർ മണ്ഡലത്തിലെ വോട്ടിനെ ചൊല്ലി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വാക്പോര്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ താൻ നേടിയ വോട്ടിനേക്കാൾ 3000 വോട്ട് ഇക്കുറി ശങ്കുട്ടി ദാസിന് കുറഞ്ഞുവെന്ന സന്ദീപിന്റെ പരിഹാസത്തിന് സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം വോട്ടർമാരിലുണ്ടാക്കിയ വിശ്വാസവഞ്ചനയുടെയും ട്രോമയുടെയും ആഘാതമാണ് വോട്ട് കുറയാൻ കാരണമെന്ന മറുപടിയുമായി ശങ്കുട്ടി ദാസും രംഗത്തെത്തി. BJP സൈബർ അണികളുടെ സോകോൾഡ് ആത്മീയാചാര്യന് ഷൊർണൂരിൽ താൻ കഴിഞ്ഞ തവണ നേടിയ വോട്ടിൽ നിന്നും 3000 വോട്ടുകൾ കുറഞ്ഞുവെന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെയാണ് 2021 ഷൊർണൂരിലെ BJP സ്ഥാനാർത്ഥിയായിരുന്ന സന്ദീപിന്റെ രാഷ്ട്രീയ മാറ്റത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ശങ്കുട്ടി ദാസ് മറുപടി നൽകിയത്. ഇത്രയൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാനത്തുണ്ടായ ഭരണവിരുദ്ധ തരംഗത്തിനിടയിലും ഷൊർണൂരിൽ 33,264 വോട്ടുകൾ നിലനിർത്തി കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ശങ്കുട്ടി ദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാനത്ത് BJP ഏറ്റവും അധികം വോട്ട് നേടിയ 25 മണ്ഡലങ്ങളിലും 20%-ലധികം വോട്ട് വിഹിതം നേടിയ 30 മണ്ഡലങ്ങളിലും ഷൊർണൂർ ഇടം പിടിച്ചിട്ടുണ്ട്. BJPയുടെ പുലിക്കുട്ടിയെന്നും ഹിന്ദുത്വ കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയുമെന്നുമുള്ള ടാഗുകളോടെ വന്ന് വോട്ട് വാങ്ങിയിട്ടുണ്ട്. വെറും 4 കൊല്ലത്തിനകം സീറ്റ് കിട്ടിയില്ലെന്ന പേരിലും കസേര കിട്ടിയില്ലെന്ന പേരിലും രാത്രിക്കു രാത്രി പാർട്ടി മാറി കോൺഗ്രസിൽ ചേർന്ന വ്യക്തിയാണ് സന്ദീപ്. അന്നുവരെ നെഞ്ചേറ്റിയ പ്രത്യയശാസ്ത്രത്തെയും പ്രധാനമന്ത്രിയെയും പുളിച്ച പുലഭ്യം പറഞ്ഞ് മുസ്ലിം ലീഗിന്റെ അടുക്കള ചായ്പിൽ ചെന്ന് ദാസ്യവേല ചെയ്ത് മുസ്ലിം ഭൂരിപക്ഷ സീറ്റ് ഒപ്പിച്ചു മത്സരിക്കാൻ തുനിഞ്ഞത് കണ്ട വോട്ടർമാർക്കുണ്ടായ ട്രസ്റ്റ് ഇഷ്യൂ കാരണമാണ് വോട്ടിൽ നേരിയ കുറവുണ്ടായത്. ശങ്കു ആരോപിച്ചു. CCN ചെർപ്പുളശ്ശേരി. വഴിയിൽ നിന്നും വീണു കിട്ടിയ സ്വർണ്ണാഭരണം യഥാർത്ഥ ഉടമയെ ഏൽപ്പിച്ച് 5-അംഗ വിദ്യാർത്ഥി കൂട്ടം നാടിന് മാതൃകയായി. കച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് സംഭവം. തെക്കുമുറി ഊരക്കാട് ആദങ്കോട് കരിങ്കരയിൽ ഫുട്ബോൾ കളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് മിഥുൻ, നിവേദ്, സംഗീത്, സുജിത്, ശ്രീരാഗ് എന്നിവർക്ക് തെക്കുമുറി വളണ്ടിപ്പോ റോഡിലെ ചോലയിൽ പടിയിൽ നിന്നും ഒരു ബ്രേസ്ലെറ്റ് ലഭിക്കുന്നത്. ആദ്യം ഇത് സ്വർണമാണോ എന്ന് കുട്ടികൾക്ക് ഉറപ്പില്ലായിരുന്നു. തുടർന്ന് അവർ സമീപത്തുള്ള ചോലയിൽ ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ ആഭരണം ഏൽപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആരും അന്വേഷിച്ചു വരാത്തതിനെ തുടർന്ന് കുട്ടികൾ ഈ വിവരം അധ്യാപകനും മാധ്യമപ്രവർത്തകനുമായ ജയചന്ദ്രൻ ചെത്തല്ലൂരിനെ അറിയിക്കുകയായിരുന്നുവെന്ന് സ്കൗട്ട് സംഘം കൂടിയായ വിദ്യാർത്ഥി നിവേദ് പറഞ്ഞു. ഞങ്ങൾ കളി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വീട്ടിന്റെ മുമ്പിന്ന് ഒരു സ്വർണ്ണാഭരണം കിട്ടി. ഞങ്ങൾക്ക് ആദ്യം ഇത് സ്വർണ്ണമെന്ന് മനസ്സിലായില്ല. അപ്പോൾ അടുത്തുള്ള എൻ്റെ വലിയച്ഛനാണ് മാഷ്. അപ്പോൾ അവർക്ക് കൊണ്ടേ കൊടുത്തു. അപ്പോൾ അങ്ങനെയാണ് ഗ്രൂപ്പുകളിലൊക്കെ പോയിട്ട് യഥാർത്ഥ ആൾക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ കൊടുക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് വളരെ സന്തോഷം. ആഭരണം യഥാർത്ഥ സ്വർണമാണോ എന്ന് ജ്വല്ലറിയിലും ബാങ്കിലും കൊണ്ടുപോയി ഉറപ്പുവരുത്തിയ ശേഷമാണ് ജയചന്ദ്രൻ ചെത്തല്ലൂർ ടെലിവിഷനിലും ഓൺലൈൻ മാധ്യമങ്ങളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും വിവരം പങ്കുവച്ചത്.
വാർത്ത പുറത്തു വന്നതോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആഭരണം നഷ്ടപ്പെട്ട 16ഓളം പേർ ബന്ധപ്പെട്ടു. ഇതിൽ കളഞ്ഞു കിട്ടിയ ബ്രേസ്ലെറ്റിന്റെ അടയാളങ്ങളുമായി യോജിക്കുന്ന 2 പേരിൽ നിന്ന് ബില്ലുകൾ ആവശ്യപ്പെടുകയും ജ്വല്ലറിയിൽ എത്തിച്ച് ഒത്തുനോക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത് പ്രദേശവാസിയായ അമ്പലത്ത് ഗോപകുമാറിന്റെ മകൾ ഗൗതമിയുടേതാണെന്ന് സ്ഥിരീകരിച്ചത്. 2023 25,200 രൂപയ്ക്ക് വാങ്ങിയ അരപ്പവന്റെ ബ്രേസ്ലെറ്റ് ആയിരുന്നു ഇത്. ഗോപകുമാറും മകളും കാമ്പുറത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്നതിനിടയിലാണ് ആഭരണം നഷ്ടപ്പെട്ടത്. ഞായറാഴ്ച തച്ചനാട്ടുകര പഞ്ചായത്ത് വാർഡ് മെമ്പർ അബ്ദുൽ മജീദിന്റെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് കൈമാറി. കാരണം ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾ ഒരു സ്വർണ്ണാഭരണം കളഞ്ഞു കിട്ടുകയും അതവർ നോക്കിയപ്പോൾ യഥാർത്ഥ സ്വർണ്ണമാണോ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അവർ എൻ്റെ കയ്യിൽ കൊണ്ടുവരികയും ഞാനത് നോക്കി എനിക്കും സംഭവം മനസ്സിലായില്ല. എന്നിട്ടാണ് പിന്നെ സ്വർണ്ണക്കടയിൽ കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് അതിൽ യഥാർത്ഥ സ്വർണ്ണമാണെന്ന് മനസ്സിലായത്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പത്രദൃശ്യ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ ഗ്രൂപ്പുകളിലും കൊടുത്ത ശേഷം 16 ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്നെ വിളിച്ചത്. ഓരോരുത്തരും കാതിലത്ത് പോയി, അല്ലെങ്കിൽ കൈ വള പോയി, പാദസരം പോയി, ബ്രേസ്ലെറ്റ് പോയി പറഞ്ഞ് വിളിച്ചിരുന്നു. ഇതിൽ ബ്രേസ്ലെറ്റ് എന്നുള്ള സങ്കല്പത്തിൽ 2 പേരാണ് വിളിച്ചത്. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അപ്പോൾ പോലീസ് SI പറഞ്ഞത് അവരുടെ ബില്ല് വാങ്ങി വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ 2 പേരുടെയും ബില്ല് വാങ്ങുകയും അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ സഫ ജ്വല്ലറി പോയി നോക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് യഥാർത്ഥ ബില്ല് കിട്ടിയത്. അങ്ങനെ യഥാർത്ഥ ഈ സ്വർണം പോയ ആളെ യഥാർത്ഥ ബില്ല് കിട്ടുകയും അവർക്കത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ നല്ലൊരു പ്രവൃത്തി ചെയ്തതിൽ വലിയൊരു സന്തോഷത്തിലാണ് ഞാനും ഞങ്ങളുടെ കുട്ടികളും ഇവിടുത്തെ നാട്ടുകാരും. ഏതായാലും ഈ കുട്ടികളുടെ ഈ നല്ല പ്രവൃത്തിക്ക് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചെയ്ത ഈ പ്രവൃത്തി ഏറെ മാതൃകാപരമാണെന്നും നാടിനു തന്നെ അഭിമാനമാണെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. നമ്മുടെ തെക്കുമുറി വാർഡിൽ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടിയുടെ സ്വർണം നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട സ്വർണം നമ്മുടെ അടുത്തുള്ള എൻ്റെ സുഹൃത്തുക്കളായ അവരുടെ മക്കൾക്ക് ലഭിക്കുകയും ഈ നിൽക്കുന്ന കുട്ടികൾക്കാണ് സ്വർണ്ണാഭരണം ലഭിച്ചത്. ആ സ്വർണ്ണാഭരണം ലഭിച്ചപ്പോൾ ഉടൻ തന്നെ എൻ്റെ സുഹൃത്തായ ജയേന്ദ്ര മാഷെ അത് കൊടുന്നേൽപ്പിക്കുകയും അദ്ദേഹം എന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട കുട്ടിക്ക് അത് കൈമാറുകയും ചെയ്തു. എന്തായാലും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് നമ്മുടെ നാടിൻ്റെ എല്ലാവിധ ഐശ്വര്യത്തിനും ഒതുങ്ങുന്നൊരു പ്രവർത്തനമാണ് നമ്മുടെ യുവ കുട്ടികൾ ചെയ്ത് ഇവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഒരുപാട് ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ജയചന്ദ്രൻ ചെത്തല്ലൂരിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ആഭരണം തിരികെ ലഭിക്കാൻ സഹായിച്ചതെന്ന് ഉടമ ഗോപകുമാർ നന്ദിയോടെ ഓർത്തു. ഞങ്ങൾ കാമ്പറത്ത് പോയി വരുമ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് വരികയായിരുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കയ്യിൽ സാധനം കാണാനില്ല. പിന്നെ തിരിച്ചവിടെ പോയി തിരയുകയും പുഴയിൽ ഇറങ്ങി തിരയുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവസാനം എന്താണ് ഗ്രൂപ്പുകളിൽ നിന്ന് അറിഞ്ഞാണ്. സന്തോഷമുണ്ട്. എല്ലാ കുട്ടികളോടും നന്ദി പറയുന്നത് പ്രത്യേകിച്ച് ഇതിനോടും. ആഭരണം തിരികെ നൽകിയ 5 വിദ്യാർത്ഥികൾക്കുമുള്ള സന്തോഷ സൂചകമായി ഗോപകുമാർ ഓരോരുത്തർക്കും വാച്ചുകൾ സമ്മാനമായി നൽകി. CCN ചെത്തല്ലൂർ. മാറ്റു കുറഞ്ഞെങ്കിലും SSLC പരീക്ഷാ ഫലത്തിൽ സംസ്ഥാനത്ത് തലയെടുപ്പോടെ മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപരിപഠന യോഗ്യത നേടിയതും ഏറ്റവും കൂടുതൽ പേർ ഫുൾ A+ നേടിയതും ജില്ലയിൽ തന്നെ. 98.72% 79,083 കുട്ടികളാണ് ഇത്തവണ ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 5098 കുട്ടികളാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടി ജില്ലയെ വീണ്ടും മുൻപിലെത്തിച്ചത്. അതേസമയം സംസ്ഥാനത്ത് വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ലയും ഫുൾ A+ ശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ലയും തിരൂറാണെന്നത് ജില്ലയ്ക്ക് തിരിച്ചടിയായി. വിജയശതമാനത്തിൽ തുടർച്ചയായ 4ാം തവണയും ജില്ല താഴോട്ടു തന്നെയെന്നാണ് ഫലം തെളിയിക്കുന്നത്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവരിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ 0.8% ഇടിവാണുള്ളത്. ഉപരിപഠന യോഗ്യത നേടാനാകാതെ പോയവരുടെ എണ്ണത്തിൽ 2.5 ഇരട്ടിയിലേറെ വർധന. കഴിഞ്ഞ തവണ 382 പേർക്കാണ് ഉപരിപഠനത്തിന് അർഹത നഷ്ടമായതെങ്കിൽ ഇത്തവണ അത് 1025 ആയി. കഴിഞ്ഞ വർഷം
79,654 പേർ പരീക്ഷ എഴുതിയതിൽ 79,272 പേർ വിജയിച്ചിരുന്നു. ഫുൾ A+ നേടിയവരുടെ എണ്ണത്തിലാകട്ടെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4,598 പേരുടെ കുറവാണ് ഇത്തവണ. CCN മലപ്പുറം. കാറൽമണ്ണ വാഴയങ്കട കുഞ്ചൻ നായർ സ്മാരക ട്രസ്റ്റിന്റെ 39ാം വാർഷികാഘോഷം ട്രസ്റ്റ് ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. പതാക ഉയർത്തലോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് ശ്യാം കൃഷ്ണയുടെ അഷ്ടപതി, ശ്രീദേവൻ ചെറുമിറ്റം, കലാമണ്ഡലം ഭഗവത് കൃഷ്ണ എന്നിവരുടെ കഥകളി പതക്കച്ചേരി എന്നിവ അരങ്ങേറി. സ്മിത കൃഷ്ണകുമാറും രജിത നരിപ്പറ്റയും ചേർന്ന് അവതരിപ്പിച്ച കഥകളി ചൊല്ലിയാട്ടത്തിന് സരിത വിനോദ്, ഉമ അത്തിപ്പറ്റ, സദനം ശ്രീഹരി, സദനം കൃഷ്ണപ്രസാദ് എന്നിവർ പശ്ചാത്തലമൊരുക്കി. തുടർന്ന് കീർത്തനം, നൃത്തശില്പം, ഗാനാഞ്ജലി, കവിതാലാപനം, നാടോടി നൃത്തം, സംഘനൃത്തം, സോളോ സോങ്, സെമി ക്ലാസിക്കൽ ഡാൻസ്, നൃത്തം എന്നിവയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം വാർഷിക പൊതുയോഗവും വിവിധ കലാപരിപാടികളും നടന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ചെർപ്പുളശ്ശേരി നഗരസഭ അധ്യക്ഷ KT ജംസിയ ഉദ്ഘാടനം ചെയ്തു. CCN ചെർപ്പുളശ്ശേരി. മുപ്പിട്ട് ഞായർ ദിനാചരണത്തിന്റെ ഭാഗമായി മാരായമംഗലം വേങ്ങനാട്ട് ക്ഷേത്രത്തിൽ ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ സത്സംഗമവും സമൂഹ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞവും നടത്തി. ക്ഷേത്ര മേൽശാന്തി ഗുരുവായൂർ മണികണ്ഠൻ ശർമ്മ സംഗമത്തിന് കാർമ്മികത്വം നൽകി. സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും മാതൃസമിതി അംഗങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം ഭാരവാഹികളായ P. രാമൻകുട്ടി നായർ, ഭാസ്കരൻ, വാസു, ഉണ്ണികൃഷ്ണൻ, K. സതീഷ് കുമാർ, P. ഗോപാലകൃഷ്ണൻ, K. ഉണ്ണികൃഷ്ണൻ, Dr. K. അജിത്, P. K. ശ്രീജിത്ത്, കൃഷ്ണകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രത്തിൽ നടത്തുന്ന ശ്രീമദ് ഭാഗവത നവാഹ സത്രം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ഷേത്രത്തിൽ മാസപരിപാടികൾ സംഘടിപ്പിക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി. കഞ്ചാവ് കേസിലെ പ്രതി പരപ്പനങ്ങാടി വള്ളിക്കുന്ന് അബ്ദുൾ റഹ്മാനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കേസിലാണ് കാപ്പ ചുമത്തിയത്. ഷൊർണൂർ, കോങ്ങാട് പോലീസ് സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി R. അജിത് കുമാറിന്റെ ശുപാർശ പ്രകാരം ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത്. മണ്ണാർക്കാട് DYSP C. അലവി, കോങ്ങാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ B. പ്രദീപ് കുമാർ, സബ് ഇൻസ്പെക്ടർ അതുൽ മോഹൻ,
ASI ഷീബ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ M സുനിൽ, M ഗണേഷ്, A ശിവദാസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. CCN മലപ്പുറം. പ്രശസ്തമായ തെയ്യോട്ടുചിറ നേർച്ച മെയ് 19 മുതൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ ആരംഭിക്കും. നേർച്ചയോടനുബന്ധിച്ചുള്ള ഔദ്യോഗിക കൊടിയേറ്റം പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചൊവ്വാഴ്ച രാവിലെ 6 മണിക്ക് മഹല്ല് ഖാദി ബഹുമാനനായ ഉസ്താദ് അബ്ദുൽ ഷുക്കൂർ മദനി മഹാനവരുടെ നേതൃത്വത്തിൽ ഖത്മുൽ ഖുർആൻ പാരായണത്തിന് തുടക്കം കുറിക്കുകയും ബഹുമാനനായ മഹല്ല് ചെയർമാനും SKSS സംസ്ഥാന അധ്യക്ഷനുമായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ പതാക ഉയർത്തുന്നതോടുകൂടിയാണ് ഔപചാരികമായി കൊണ്ട് നേർച്ചയ്ക്ക് തുടക്കം കുറിക്കപ്പെടുന്നത്. ചൊവ്വാഴ്ച രാത്രി 7 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ബഹുമാനായ പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന കമാലിയ സന്നദ്ധാന സംഗമം സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ലക്ഷ്യത്തോടുകൂടെ തെയ്യോട്ടുചിറ മഹലിന്റെ കീഴിൽ ആരംഭിക്കപ്പെട്ട കമാലിയ വിദ്യാർത്ഥിനികൾക്കുള്ള സന്നദ്ധാനം 2 മണിക്ക് നടക്കും. അന്ന് രാത്രി നടക്കുന്ന മതപ്രഭാഷണം ബഹുമാനനായ SKS ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ കൊടക്കാട് ഉദ്ഘാടനം ചെയ്യും. ബഹുമാനായ സാലിം ഫൈസി കുളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച രാത്രി നടക്കുന്ന മതപ്രഭാഷണത്തിന് ബഹുമാനനായ നൗഷാദ് ബാഖവി നേതൃത്വം നൽകും. വെള്ളിയാഴ്ച 3 മണിക്ക് കമാലി പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുമ്പോൾ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക ആത്മീയ പരിപാടികളിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾ സംബന്ധിക്കും. നേർച്ചയോടനുബന്ധിച്ച് നടക്കുന്ന കമാലി സംഗമം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നേർച്ചയുടെ പ്രധാന ദിവസമായ മെയ് 24-ാം തീയതി 10,000-കണക്കിന് വിശ്വാസികൾക്കായി വിപുലമായ അന്നദാനവും ക്രമീകരിച്ചിട്ടുണ്ട്. വിപുലമായ ജനപങ്കാളിത്തത്തോടെ നേർച്ച വിജയകരമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി സംഘാടകർ അറിയിച്ചു. വ്യത്യസ്ത ദിവസങ്ങളിൽ അനുസ്മരണ പ്രഭാഷണവും അതുപോലെ തന്നെ മതപ്രഭാഷണവും ഒക്കെ നടക്കപ്പെടുമ്പോൾ 22-ാം തീയതി മഹത്തായ ദിക്റു ദുആ മഹാസമ്മേളനവും അതുപോലെ KMIC സ്ഥാപനത്തിലെയും മറ്റ് ദർസിലെയും വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധാന മഹാസമ്മേളനവും നടക്കപ്പെടുമ്പോൾ അതിൽ മഹാനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടന കർമ്മവും സന്നദ്ധാനവും നടത്തപ്പെടുന്നു. അതിൽ ആത്മീയമായ ദിക്റു ദുആ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് മഹാനായ ഷെയ്ഖുന വാപ്പുസ്താദ് അവറുകളാണ്. അതുപോലെ ശേഷം 23-ാം തീയതി നടക്കുന്ന ഖത്മുൽ ഖുർആൻ പ്രാർത്ഥനയും അതുപോലെ തന്നെ 24-ാം തീയതി രാവിലെ നടക്കുന്ന മൗലീദ് പാരായണവും ശേഷം വൈകുന്നേരം 6 മണി വരെ നടക്കുന്ന എല്ലാ ഭാഗത്തു നിന്നുമുള്ള ജനങ്ങൾക്ക് നൽകപ്പെടുന്ന അന്നദാന കർമ്മത്തോടുകൂടെ സമാപിക്കപ്പെടുമ്പോൾ അതിലെല്ലാ പരിപാടികളിലും ആദ്യാന്തം എല്ലാവരുടെയും സഹകരണവും സാന്നിധ്യവും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. CCN മണ്ണാർക്കാട്. ടൂറിസ്റ്റ് ഹോം കേന്ദ്രീകരിച്ചു നടത്തിയ പോലീസ് പരിശോധനയിൽ 89 ഗ്രാം MDMA-യുമായി 3-അംഗ സംഘം കോട്ടയ്ക്കലിൽ പിടിയിൽ. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടപ്പടി കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഊരകം പുത്തൻപീടിക കോഴിക്കരമാട്ടിൽ ഉസ്മാൻ, മൊറയൂർ സ്വദേശി കൊളോറ്റുടിക്കൽ ഫിറോസ്, വേങ്ങര തച്ചാറുപടിക്കൽ അഷറഫ് എന്നിവരെയാണ് ഇൻസ്പെക്ടർ ദീപകുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് ലഹരി മരുന്നെന്നും അഷറഫിന്റെ പേരിൽ 3 കേസുകൾ ഉള്ളതായും പോലീസ് അറിയിച്ചു. നർക്കോട്ടിക് ഡിവൈഎസ്പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടപ്പടി കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഡാൻസ് ഓഫ് സംഘത്തിലെ SI വിഷ്ണു, ബിജു, മുഹമ്മദ് സലീം, ജസീർ, രജിത്, കോട്ടയ്ക്കൽ ASI രാമദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. CCN മലപ്പുറം. അങ്ങാടിപ്പുറം ഭാഗത്ത് ആഴ്ചകളായി തുടരുന്ന രൂക്ഷമായ ഗതാഗത കുരുക്കിൽ ഫയർഫോഴ്സ് വാഹനവും റോഡിൽ കുടുങ്ങി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം.
മറ്റൊരു റോഡിൽ അപകടകരമായ രീതിയിൽ വീണ ഓയിൽ നീക്കം ചെയ്ത് ഗതാഗതം സുരക്ഷിതമാക്കാൻ പോവുകയായിരുന്ന പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് സംഘമാണ് കുരുക്കിൽപ്പെട്ടത്. പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വന്ന വാഹനം അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലേക്ക് കയറുന്നതിനിടയിലാണ് വാഹനങ്ങളുടെ നീണ്ട നിരയിൽപ്പെട്ട് മുന്നോട്ടു പോകാനാകാതെ കുറച്ചു സമയം കുടുങ്ങിയത്. ആഴ്ചകളായി തുടരുന്ന ഈ ജനദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷൊർണൂർ മണ്ഡലത്തിലെ വോട്ടിനെ ചൊല്ലി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ വാക്പോര്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ താൻ നേടിയ വോട്ടിനേക്കാൾ 3000 വോട്ട് ഇക്കുറി ശങ്കുട്ടി ദാസിന് കുറഞ്ഞുവെന്ന സന്ദീപിന്റെ പരിഹാസത്തിന് സന്ദീപ് വാര്യരുടെ പാർട്ടി മാറ്റം വോട്ടർമാരിലുണ്ടാക്കിയ വിശ്വാസവഞ്ചനയുടെയും ട്രോമയുടെയും ആഘാതമാണ് വോട്ട് കുറയാൻ കാരണമെന്ന മറുപടിയുമായി ശങ്കുട്ടി ദാസും രംഗത്തെത്തി. മാറ്റു കുറഞ്ഞെങ്കിലും SSLC പരീക്ഷാ ഫലത്തിൽ സംസ്ഥാനത്ത് തലയെടുപ്പോടെ മലപ്പുറം ജില്ല. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉപരിപഠന യോഗ്യത നേടിയതും ഏറ്റവും കൂടുതൽ പേർ ഫുൾ A+ നേടിയതും ജില്ലയിൽ തന്നെ. 98.72% 79,083 കുട്ടികളാണ് ഇത്തവണ ഉപരിപഠന യോഗ്യത നേടിയത്. ടൂറിസ്റ്റ് ഹോം കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസ് പരിശോധനയിൽ 89 ഗ്രാം MDMA-യുമായി 3-അംഗ സംഘം കോട്ടയ്ക്കലിൽ പിടിയിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോട്ടപ്പടി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വഴിയിൽ നിന്നും വീണു കിട്ടിയ സ്വർണ്ണാഭരണം യഥാർത്ഥ ഉടമയെ ഏൽപ്പിച്ച് 5-അംഗ വിദ്യാർത്ഥി കൂട്ടം നാടിന് മാതൃകയായി. കച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂർ തെക്കുമുറിയിലാണ് സംഭവം. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.